ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന 2 കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വമ്പൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. കൂടാതെ മറ്റ് പല കമ്പനികളിലേക്കും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടുള്ള വേക്കൻസീസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലെ 2 കമ്പനികളിലേക്കായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന IHCL ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡ്, അതുപോലെ തന്നെ TCS ഒരു IT കമ്പനിയാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അപ്പോൾ ഈ 2 കമ്പനികളിലേക്കാണ് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടുള്ള വമ്പൻ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിൻ ആയിട്ടുള്ള ഈ IHCLലെ താജ് ഹോട്ടലിലേക്കാണ് ഏറ്റവും പുതുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തായിട്ട് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന താജ് ഹോട്ടലിലേക്ക് 10ഓളം ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ടാണ് അവർ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വന്നിരിക്കുന്ന വേക്കൻസീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തായിട്ടാണ് ഈ ഒരു താജ് ഹോട്ടൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഡ്യൂട്ടി മാനേജർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ്, ബെൽ ബോയ്, ടെലിഫോൺ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഫുഡ് ആൻഡ് ബിവറേജസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ്. റെസ്റ്റോറൻറ്റ് മാനേജർ, ബാങ്ക്വറ്റ് മാനേജർ, ബാർ ടെൻഡർ, കാറ്ററിംഗ് അസിസ്റ്റൻറ്റ്, ഗസ്റ്റ് സർവീസ് സൂപ്പർവൈസർ, ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ്, റെസ്റ്റോറൻറ്റ് ഹോസ്റ്റസ്, ഇൻ റൂം ഡൈനിങ് ഓർഡർ ടേക്കർ. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് ഈ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സസ് എക്സിക്യൂട്ടീവ്, ഹ്യൂമൻ റിസോഴ്സസ് സൂപ്പർവൈസർ, ഹ്യൂമൻ റിസോഴ്സസ് അസോസിയേറ്റ്. ഇതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹൗസ് കീപ്പിംഗ്, ഫുഡ് പ്രൊഡക്ഷൻ, സ്പാ ആൻഡ് ഫിറ്റ്നസ്, എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി എന്നീ ഡിപ്പാർട്ട്മെൻറ്റിലേക്കെല്ലാം തന്നെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ആ ഒരു മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ CV അയക്കേണ്ടത്. അപ്പോൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10/2024 ആണ്. അതായത് ഒക്ടോബർ 13-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു വേക്കൻസീസിനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത വേക്കൻസി വരുന്നത് TCSലോട്ടാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു IT കമ്പനിയാണ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇവിടെ അവർ വലിയ രീതിക്ക് ഫ്രഷേഴ്സിന്, അതായത് ഗ്രാജുവേറ്റ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രാജുവേറ്റ്സിന് ജോലിയോടൊപ്പം തന്നെ ഹയർ സ്റ്റഡീസിനുള്ള സ്പോൺസർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്കാർക്ക് ജോലിയോടൊപ്പം തന്നെ PGക്കുള്ള സ്പോൺസർഷിപ്പ് ഈ TCS പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഈ TCSൽ 2 പ്രോഗ്രാമുകളായിട്ടാണ് ഇവർ ഹയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് BSc ഇഗ്നൈറ്റ് പ്രോഗ്രാം, രണ്ടാമത്തേത് സ്മാർട്ട് ഹയറിംഗ് പ്രോഗ്രാം. ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുകയെന്ന് ചോദിച്ചാൽ ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ഫ്രം BCA BSc. അപ്പോൾ BCA BSc ഗ്രൂപ്പിലുള്ളവർക്ക് BSc IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോകെമിസ്ട്രി. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലായിട്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SSLCക്കും അതുപോലെ +2 ഡിഗ്രിക്ക് 50% മേലെ മാർക്ക് ഉള്ളവരായിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. അപ്പോൾ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 120 മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും തന്നെ TCSൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും വേഗം അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം കേരളത്തിലെ സെൻറ്റേഴ്സ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഉടനെ തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം അപേക്ഷിക്കുക. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഓൺലൈൻ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് തൃശ്ശൂരിലുള്ള ഒരു ഫേമസ് ഹോസ്പിറ്റലാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടേക്ക് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനി വേക്കൻസി വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് MHA, MPA, MSc ഓർ MCom, BCom ഓർ BSc. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 2/10/2024, അതായത് ഒക്ടോബർ 2-ാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത്.
ഫ്രഷേഴ്സിന് വന്നിട്ടുള്ള നല്ലൊരു ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം അനൗൺസ് ചെയ്തിട്ടുള്ളത് ഭാരത് ഫിനാൻസ് ഇംഗ്ലീഷ് ലിമിറ്റഡ് ആണ്. ഇത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഒരു 100% സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ ഇവിടേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLC ഓർ +2 ഓർ ഡിപ്ലോമ ഓർ ITI. അപ്പോൾ ഇതിലെല്ലാം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാലറി ആയിട്ട് 14,250 രൂപ പ്ലസ് ESI പ്ലസ് PF പ്ലസ് ഇൻസെൻറ്റീവ്സ് ആയിട്ട് 40,000 രൂപ വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് 18 മുതൽ 32 വയസ്സ് വരെയാണ്. പെട്രോൾ അലവൻസ്, ഫാമിലി ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൂഫായിട്ട്, അതായത് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവർ ലൈസൻസ്, SSLC സർട്ടിഫിക്കറ്റ്. ഭാരത് ഫിനാൻസ് ഇംഗ്ലീഷ് ലിമിറ്റഡ് അനൗൺസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫീൽഡ് അസിസ്റ്റൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസീസ് തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലേക്കാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വരുന്നത് ഫ്രഷേഴ്സിനാണ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് ലിമിറ്റഡ് അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് കുറച്ച് അപ്രൻറ്റീസ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA BTech ആണ്. അതായത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഏതിലെങ്കിലും നിങ്ങൾ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ BSc, MSc, BCom അല്ലെങ്കിൽ MCom, MPA ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തെ കാലാവധിയിലേക്കാണ് ഈ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരത്തിലേക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ റെസ്യൂം അയക്കാം. അപ്പോൾ കൊച്ചിയിൽ ഓപ്പൺ ആവാൻ പോകുന്ന താജ് ഹോട്ടലിലേക്കും ഫ്രഷേഴ്സിന് സ്പോൺസർഷിപ്പോട് കൂടി ഹയർ ചെയ്യുന്ന TCSലേക്കും മറ്റ് ഫ്രഷേഴ്സിന് അവസരങ്ങൾ നൽകുന്ന കമ്പനിയിലേക്കൊക്കെ എത്രയും വേഗം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, പാർട്ട് ടൈം, ഫുൾ ടൈം വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്